കർത്താവിന്റെ വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് ദിവസ പഠനത്തിൽ ഏറ്റവും ഗൗരവപൂർണമായ മറ്റു വിധത്തിൽ ചിന്തിച്ചാൽ മനോഹരമായ ഒരു ഭാഗത്തിലേക്ക് നാം കടന്നു വന്നു. അതായത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായമാണ്. ഇനിയുള്ള 3 അധ്യായങ്ങൾ ഒരുപക്ഷെ വചനത്തിലെ ഏറ്റവും മനോഹരമായ വേദഭാഗമാണ്. മാത്രമല്ല, വേദപണ്ഡിതാക്കളുടെ മധ്യത്തിൽ ഏറ്റവും അധികം കോൺട്രവേഴ്ഷ്യലായ വാദകോലങ്ങൾക്കിടയാക്കിയ ഒരു അധ്യായമാണ് 20-ാം അധ്യായം. ഏറ്റവും അധികം തർക്കങ്ങളുള്ള ഒരു അധ്യായമാണ് 20-ാം അധ്യായം. കർത്താവായ യേശുക്രിസ്തു മടങ്ങി വന്ന് തുടർന്ന് ഈ ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുള്ള ബന്ധത്തിൽ വേദപണ്ഡിതന്മാരുടെ ഇടയിൽ വളരെ ആശയവ്യത്യാസങ്ങളുണ്ട്. അത് നമ്മളിത് പഠിച്ചു വരുമ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് കാര്യങ്ങളുടെ യുഗപരമായ പഠനങ്ങളുടെ ഒരു നല്ല ക്രോണോളജിക്കൽ ഓർഡർ, അടുക്കും ചിട്ടയുമായിട്ട് പറഞ്ഞിരിക്കുന്നത് വാസ്തവത്തിൽ വെളിപ്പാട് പുസ്തകത്തിലാണ്. അതിന്റെ ഏറ്റവും മനോഹരമായ തെളിവാണ് നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്ന 20, 21, 22 അധ്യായങ്ങൾ. നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിച്ചപ്പോൾ ശ്രദ്ധിക്കുകയുണ്ടായി, 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ 3ആയിട്ട് വെളിപ്പാട് പുസ്തകത്തെ തിരിച്ചു. നീ കണ്ടത്, ഇപ്പോഴുള്ളത്, ഇനിമേൽ സംഭവിക്കാനുള്ളത് എഴുതുക എന്ന് യോഹന്നാനോട് ആവശ്യപ്പെട്ടു. താന് ഒരു പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദം കേട്ട് തിരിഞ്ഞപ്പോൾ മാറത്ത് പൊൻകച്ച കെട്ടി 7 പൊൻനിലവുകൾക്കിട നടുവിൽ നടക്കുന്ന കർത്താവിനെ കണ്ടു. ആ കണ്ട വർണ്ണന 1-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 2-3 അധ്യായങ്ങൾ കഴിഞ്ഞ് 4-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ഇവിടെ കയറി വരിക, ഇനിമേൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ 1-ാം അധ്യായത്തിൽ കണ്ടത് രേഖപ്പെടുത്തി, 4-ാം അധ്യായത്തിൽ ഇനിമേൽ സംഭവിക്കാനുള്ളത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് 4-ാം അധ്യായത്തില് ഭാവിയോടുള്ള ബന്ധത്തിൽ യോഹന്നാന് വെളിപ്പാട് കൊടുക്കുകയാണ്. ഇതിന്റെ മധ്യത്തിലുള്ള 2 അധ്യായമാണ് 2-3 അധ്യായം. ഈ 2-3 അധ്യായത്തിൽ 7 സഭകളുടെ ദൂതാണ്. നമ്മൾ അല്പവിശദമായിട്ട് ആ ഭാഗങ്ങൾ പഠിക്കുകയുണ്ടായി. ഈ 2-3 അധ്യായങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചു, 7 സഭകൾക്കുള്ള ദൂതുകൾ അവിടെ കൽപ്പിച്ചിരിക്കുകയാണ്. എഫെസോസ് സഭ തുടങ്ങി ലവോദിക്ക സഭ വരെയുള്ള 7 സഭകളുടെ ദൂതില് സഭാ കാലയളവ് മുഴുവൻ കാണിച്ചിരിക്കുന്നതായിട്ട് നാം പഠിക്കുകയുണ്ടായി. അതായത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം, അവന്റെ അടക്കം, പുനരുത്ഥാനം, ഒലിമലയിൽ നിന്ന് അവൻ പിതാവിന്റെ സന്നിധിയിലേക്ക് കരേറിപ്പോയി, പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, ദൈവസഭയുടെ പണി ആരംഭിക്കുകയുണ്ടായി. ദൈവസഭയുടെ പണി ആരംഭിച്ച് ആരംഭം തുടങ്ങി അവസാനം വരെയുള്ള ആ സഭയുടെ ആത്മിക സ്വഭാവം ഇവിടെ പരിശുദ്ധാത്മാവി 2-3 അധ്യായത്തിൽ കർത്താവ് നമുക്ക് 2-3 അധ്യായങ്ങളിലൂടെ വെളിപ്പെടുത്തി തരികയാണ്. ഈ 7ാമത്തെ സഭയായ ലവോദിക്ക സഭ കഴിഞ്ഞാൽ സഭ എന്നൊരു വാക്ക് നമ്മൾ പിന്നീട് സഭയോടുള്ള ബന്ധത്തിലുള്ള പരാമർശം കാണുന്നത് 19-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിലാണ്. അതായത് 3-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ സഭയോടുള്ള ബന്ധത്തിലുള്ള ദൂത് അവസാനിച്ചിട്ട് പിന്നീട് 19-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ തുടങ്ങിയാണ് കർത്താവിന്റെ മടങ്ങിവരവും അനന്തരം സംഭവിക്കുന്ന കാര്യങ്ങളുള്ള ബന്ധത്തിൽ തന്റെ കാന്തയെക്കുറിച്ചും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം ഓർക്കുക. 4-ാം അധ്യായം അവസാനിക്കുമ്പോൾ യോഹന്നാനോട് ആവശ്യപ്പെടുന്നു, ഇവിടെ കയറി വരിക. വാസ്തവത്തിൽ സഭയുടെ ഉൽപ്രാപണമായിരുന്നു എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. യോഹന്നാൻ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തി. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം തുടങ്ങി പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തി വരികയായിരുന്നു. എന്നാൽ 4-ാം അധ്യായം തുടങ്ങി ഏതാണ്ട് 19-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വരെ സഭ മാറ്റപ്പെട്ട് മധ്യാകാശത്തിലേക്ക് എടുത്തുള്ളപ്പെട്ട ശേഷം ഈ ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചാണ് പിന്നീട് വർണ്ണിച്ചുകൊണ്ടിരുന്നത്. നാം ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്നതും ആ ഭാഗമായിരുന്നു. 4-ാം അധ്യായം തുടങ്ങി 19ന്റെ 10-ാം വാക്യം വരെ 7 മുദ്രകൾ പൊട്ടിക്കുമ്പോഴുള്ള ന്യായവിധി, അതിനുശേഷം 7 കാഹളമൂതുമ്പോഴുള്ള ന്യായവിധി, അതിനുശേഷം 7 ക്രോധകലശങ്ങൾ ഒഴിക്കുമ്പോഴുള്ള ന്യായവിധി, 3 സെറ്റ് ഓഫ് ജഡ്ജ്മെന്റ്. 7 മുദ്രകൾ പൊട്ടിക്കുമ്പോൾ, 7 കാഹളമൂതുമ്പോൾ, 7 ക്രോധകലശം ഒഴിക്കുമ്പോൾ, 7ാമത്തെ ക്രോധകലശം ഒഴിക്കുമ്പോൾ സംഭവിച്ചു തീർന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേൾക്കുകയാണ്. അതോടുകൂടെ ദൈവത്തിന്റെ ക്രോധം ഒഴിച്ചു തീരുകയാണ്. ആ ഒഴിച്ചു തീരുമ്പോൾ നമ്മള് 19-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം തുടങ്ങി വായിക്കുന്നു. കർത്താവ് മേഘാരൂഢനായി വരുന്ന ചിത്രമാണ്. 19ന്റെ 11 നമ്മൾ വായിച്ചു, അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നതും കണ്ടു, ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി, അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. കർത്താവായ യേശുക്രിസ്തു തന്റെ സഭയുമായി സ്വർഗീയ ദൂതന്മാരുമായി ഭൂമിയിലേക്ക് അവൻ ഇറങ്ങി വരികയാണ്. നമ്മളതും ശ്രദ്ധിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഒലിമലയിൽ നിന്ന് കയറിപ്പോയി ഒലിമലയിൽ തന്നെ അവൻ മടങ്ങി വരികയാണ്. മറ്റ് വേദഭാഗങ്ങളുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, ഇവിടെ കർത്താവ് ഈ ഭൂമിയിൽ വന്ന് തേജസ്സിന്റെ സിംഹാസനം സ്ഥാപിച്ച് ലോകത്തിൽ പീഡനകാലത്തിൽ കൂടെ കടന്നുപോയ മനുഷ്യർ, അന്ന് രാജ്യത്തിന്റെ സുവിശേഷം അംഗീകരിച്ച മനുഷ്യർ, ഈ ന്യായാസനത്തിന്റെ മുന്നിൽ നിന്ന്, തേജസ്സിന്റെ സിംഹാസനത്തിന് മുന്നിൽ നിന്ന് അവർ ആരാണ് രക്ഷിക്കപ്പെട്ടത് രക്ഷിക്കപ്പെടാത്തതെന്ന് മനസ്സിലാക്കി കർത്താവ് വിധിച്ചിട്ട് ആ രക്ഷിക്കപ്പെട്ടവർ 1000 വർഷം കർത്താവ് ഈ ഭൂമിയിൽ ആശ്ചര്യമായി സ്ഥാപിക്കുന്ന 1000 വർഷം ഭരണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സഹസ്രാബ്ദ വാഴ്ച, മില്ലിനിയം. നമ്മൾ ആ ഭാഗമാണ് ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. കർത്താവ് മടങ്ങി വന്ന സംഭവം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിക്കുകയുണ്ടായി. കർത്താവ് മടങ്ങി വന്നിട്ട് താൻ ഈ ലോകത്തിൽ 1000 വർഷം ഭരണം നടത്താൻ പോവുകയാണ്.
നോക്കുക, ഈ സെമി സർക്കിളില് കർത്താവിന്റെ 1000 ആണ്ട് വാഴ്ച പ്രതിനിധീകരിക്കുകയാണ്. നമുക്കിനിയും ആ 20-ാം അധ്യായം ഒന്ന് വായിക്കാം. നമുക്കതിലേക്ക് ഒന്ന് കടന്നു വരാം. 20-ാം അധ്യായത്തിന്റെ 10 വാക്യം വായിക്കാം. ആ 10 വാക്യം എന്ന് തീർക്കാൻ ശ്രമിക്കാം. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സ്വർഗത്തിൽ നിന്ന് ഞാൻ പിശാചും സാത്താനും എന്ന പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിന്റെ ശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകും. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവജനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുടെയും ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ ജീവിച്ചു 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. മരിച്ചവർ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അടിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും. അവർ ഭൂമിയിൽ പരക്കച്ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയനഗരത്തെയും വളയും. എന്നാൽ ആകാശത്തുനിന്ന് തീയിറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചനും കിടക്കുന്ന ഗന്ധകത്തീപ്പൊയ്കയിൽ തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. നമ്മൾ ഈ വായിച്ച വേദഭാഗത്തില് ഏതാണ്ട് ഈ അധ്യായത്തിൽ 20-ാം അധ്യായത്തിൽ ഏതാണ്ട് 6 പ്രാവശ്യം 1000 വർഷം 1000 വർഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ പ്രവചന പഠനത്തിൽ ഏറ്റവും അധികം പ്രവചന വിഷയങ്ങൾ പരാമർശിച്ചിരിക്കുന്നത് കർത്താവ് മടങ്ങി വന്ന് ഈ ലോകത്തിൽ ഭരിക്കുന്ന 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച്. ഈ 1000 ആണ്ട് വാഴ്ച ആക്ഷരികമാണോ, അതോ ആലങ്കാരികമാണോ, അതോ ഈ സഭാകാലയളവ് മുഴുവൻ 1000 ആണ്ട് വാഴ്ചയാണോ? ഈ വിധത്തിലെ വലിയ തർക്കങ്ങൾ വേദപണ്ഡിതന്മാരുടെ മധ്യത്തിലുണ്ട്. അതുകൊണ്ട് ആ തർക്കത്തെ തന്നെ പല വിധത്തിൽ അവർ വേർതിരിച്ചു. പ്രീ മില്ലേനിയം, പോസ്റ്റ് മില്ലേനിയം, എമില്ലേനിയം, ഇങ്ങനെ പല വിധത്തിൽ ഇതിനെ വേർതിരിച്ചു. അതായത് അവരുടെ വാദഗതിയിലെ പ്രീ മില്ലേനിയം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പ് ആക്ഷരികമായിട്ട് നടക്കുന്നു. പ്രീ മില്ലേനിയം. പോസ്റ്റ് മില്ലേനിയം എന്ന് പറയുമ്പോൾ 1000 ആണ്ട് വാഴ്ചയോടെ കഴിഞ്ഞിട്ട് കർത്താവ് മടങ്ങി വരികയുള്ളൂ. കർത്താവ് മടങ്ങി വന്നിട്ട് ഭൂമിയിലുള്ള ദുഷ്ടന്മാരെ നിഗ്രഹിച്ച് വിശുദ്ധന്മാരെ അവന് ഈ ഭൂമിയിലെ നിത്യത ആരംഭിക്കുന്നു എന്നുള്ള ഒരു ചിന്താഗതി. അതാണ് പോസ്റ്റ് മില്ലേനിയം. വേറൊരു കൂട്ടർ പറയുന്നു ഇങ്ങനെ 1000 ആണ്ട് വാഴ്ചയെ ഇല്ല, 1000 ആണ്ട് വാഴ്ച ഇല്ല. എമില്ലേനിയസവും പ്രോ മില്ലേനിയസും ഇത് രണ്ടും പഠിപ്പിക്കുന്നത് 1000 ആണ്ട് വാഴ്ചയില്ല. സഭാകാലയളവ് മുഴുവൻ യേശുക്രിസ്തുവിന്റെ വാഴ്ചയുടെ കാലയളവാണ്. സുവിശേഷം പ്രസംഗിച്ച് പറഞ്ഞ് ലോകത്തിലുള്ളവരെല്ലാം കൺവേർട്ടഡായി മാറുമെന്ന് എമില്ലേനിസ്റ്റുകൾ പറയുന്നു. ആക്ഷരികമായ ഒരു 1000 ആണ്ട് വാഴ്ച ഇല്ല എന്ന് പറയുന്നു. എന്നാൽ ഈ വേദഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ആശ്ചര്യമായ അതിന്റെ ക്രോണോളജിക്കൽ ഓർഡർ, യുഗപരമായി പറഞ്ഞിരിക്കുന്ന ക്രമാതീതമായി പറഞ്ഞ ഓർഡർ ശ്രദ്ധിച്ചാൽ ഒന്ന് മനസ്സിൽ നീന്തിച്ച ഈ പുസ്തകമാണ് നമ്മളെ ഏറ്റവും അധികം ലളിതമായ ഈ വിഷയം പഠിപ്പിക്കുന്നത്. 1-ാം അധ്യായത്തിൽ പുനരുത്ഥാനം പ്രാപിച്ച കർത്താവിനെ കണ്ടു. 2-3 അധ്യായത്തിൽ സഭയുടെ കാലയളവിനെ കണ്ടു. കയറി വരുവാനായിട്ട് യോഹന്നാനോട് 4-ാം അധ്യായത്തിൽ ആവശ്യപ്പെടുന്നു. 4-ാം അധ്യായം തുടങ്ങി 19-10 വരെ പീഡന കാലഘട്ടത്തെ കുറിച്ച് കണ്ടു. പീഡന കാലഘട്ടത്തിന്റെ അവസാനം 19-11 തൊട്ട് കർത്താവ് ഒരു വെള്ളക്കുതിരപ്പുറത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. അത് പറഞ്ഞ ശേഷമാണ് 20-ാം അധ്യായത്തിൽ 1000 ആണ്ട് വാഴ്ചയെ കുറിച്ച് പരാമർശിക്കുന്നത്. അതിന്റെ ശേഷമാണ് വെള്ളസിംഹാസനത്തെ കുറിച്ച് പറയുന്നത്. അതിന്റെ ശേഷമാണ് ഈ ഭൂമിയെ തീ കൊണ്ട് ചുട്ടഴിക്കുന്നതും പുതിയ ഒരു ആകാശവും പുതിയ ഭൂമിയും വരുന്നത് പറയുന്നു. അപ്പോൾ യുഗപരമായ കൃത്യമായ പഠനമാണ് ഈ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് ലഭിക്കുന്നത്. 1-ാം അധ്യായത്തിൽ പുനരുത്ഥാനം പ്രാപിച്ച കർത്താവ്, 2-3 അധ്യായത്തിൽ അവന്റെ സഭയുടെ കാലഘട്ടം, 4-ാം അധ്യായം തുടങ്ങി ഇവിടെ കയറി വരിക എന്ന ശബ്ദം കേട്ടിട്ട് സഭാകാലയളവ് അവസാനിച്ചിട്ട് ലോകത്തിൽ നടക്കുന്ന ഭീകരമായ വിപത്തിന്റെ കാലയളവ്, പീഡന കാലഘട്ടം 19-ാം അധ്യായത്തിന്റെ 19 വരെ പറഞ്ഞിട്ട് അതിന്റെ 11-ാം വാക്യത്തിൽ കർത്താവ് മടങ്ങി വരുന്നു. മടങ്ങി വന്നിട്ട് 1000 ആണ്ട് വാഴ്ച, പിന്നീട് വെള്ളസിംഹാസന ന്യായവിധി, ഭൂമിയെ തീ കൊണ്ട് ചുട്ടടിക്കുന്നു, പുതിയ ഭൂമി. അങ്ങനെ യുഗപരമായിട്ടുള്ള കൃത്യമായ ഒരു പഠനം നമുക്ക് കാണുന്നു. ഈ പഠനത്തിൽ തന്നെ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു കർത്താവിന്റെ ഈ ലോക വാഴ്ച ആശ്ചര്യമായ വാഴ്ചയാണ്. അത് സ്വർഗത്തിലെ വാഴ്ചയല്ല, ഈ ഭൂമിയിലെ വാഴ്ചയാണ്. അവൻ 1000 വർഷം ഭരിച്ചിട്ട് സാത്താനെ അഴിച്ചുവിടുന്നത് ഇവിടെ പറയുന്നുണ്ട്. അതിന്റെ 9-ാം വാക്യത്തിൽ അഴിച്ചുവിടുമ്പോൾ അവർ ഭൂമിയിൽ പരക്കച്ചെന്നു വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയനഗരത്തെയും വളഞ്ഞു. അപ്പോൾ കർത്താവ് ഭരണം ആരംഭിക്കുമ്പോൾ സാത്താനെ പൂട്ടുന്നുണ്ട്. സാത്താനെ അഗാധ കൂപത്തിലിട്ട് അടച്ചുപൂട്ടുന്നുണ്ട്. അടച്ചുപൂട്ടി അല്പകാലം കഴിഞ്ഞ് അവനെ തുറന്നു വിടുമ്പോൾ വളരെ വ്യക്തമായിട്ട് എഴുതുന്നു, ഭൂമിയിൽ പരക്കച്ചെന്നു. 9-ാം വാക്യത്തിൽ ഭൂമിയിൽ പരക്കച്ചെന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. ഇത് സ്വർഗത്തിലെ വാഴ്ചയല്ല, ആശ്ചര്യമായി ഭൂമിയിൽ നടക്കുന്ന വാഴ്ചയാണ്.
ഞാൻ പറയട്ടെ, ഈ 1000 ആണ്ട് വാഴ്ച, കർത്താവിന്റെ ആശ്ചര്യമായ ഈ ഭൂമിയിലെ വാഴ്ച, മനോഹരമായി എന്ന് പറഞ്ഞാൽ ദീർഘമായ ഒരു പഠനമാണ് ബൈബിളിലുള്ളത്. വളരെ ദീർഘമായി. ഞാൻ അതിന്റെ പല വാങ്ങലും കാര്യങ്ങളും ഒക്കെ നോട്ട് ചെയ്തു. യുദ്ധങ്ങൾ നടക്കില്ല, യുദ്ധങ്ങള് പിന്നീട് ആരും അഭ്യസിക്കില്ല. ഇന്ന് നമ്മള് ലോകത്തെ പഠിച്ചു നോക്കിയാൽ ലോകരാഷ്ട്രങ്ങളെല്ലാം അവരുടെ എക്കണോമി, അതായത് സമ്പത്തിൽ ഏറ്റവും വലിയൊരു പങ്ക് ആയുധങ്ങൾക്കും ആയുധ പരിശീലനത്തിനും വേണ്ടി കൊടുക്കുകയാണ്. വേണമെങ്കിൽ കർത്താവ് മടങ്ങി വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്ന 2 വാക്യം ഞാൻ കാണിക്കാം. യെശയ്യാവ് 2:4 വാക്യം നോക്കിയേ. യെശയ്യാ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. ആ കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ ഇത്ര വലിയ തുക ലോകത്തിലെ രാഷ്ട്രങ്ങൾ യുദ്ധത്തിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു, ആയുധങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയാണ്. യെശയ്യാവ് 2:4 വാക്യം. കർത്താവ് മടങ്ങി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതി ജാതിക്ക് നേരെ വാളവുകയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയില്ല. റഷ്യയും ഇന്ത്യയും കൂടെ യുദ്ധാഭ്യാസം നടത്തുന്നത് ഇന്നത്തെ പത്രത്തിലും വായിച്ചു. എത്രയോ കോടി രൂപയാണ് അതിനൊക്കെ ചെലവഴിക്കുന്നത്. ആയുധങ്ങൾക്ക് വേണ്ടി എത്ര കോടിയാണ്. വേറൊരു വാക്യം കൂടെ വായിച്ചു. മീഖാ പ്രവചനം 4:8. പഴയ നിയമത്തിൽ 878 പേജ്, 878. മീഖാ പ്രവചനം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. ഒരു പ്രവാചകനല്ല, മറ്റൊരു പ്രവാചകൻ പറയുന്നു നോക്കിയേ. മീഖാ 4:3. അവൻ അനേക ജാതികളുടെ ന്യായവിധിക്കുകയും ബഹുവംശങ്ങൾക്ക് ദൂരത്തോളം വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തുകളായും അടിച്ചു തീർക്കുകയും ജാതി ജാതികളുടെ നേരെ വാളവുകയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയില്ല. എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട കാലമാണ്. യുദ്ധം അഭ്യസിക്കില്ല. മാത്രമല്ല, വചനത്തിൽ രേഖപ്പെടുത്തി അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായി വാക്കത്തികളെ നമ്മളിവിടെ വായിക്കുന്നുണ്ട്. തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായിട്ട് മടിക്കും. യുദ്ധായുധങ്ങൾ അവര് കൃഷിയായുധങ്ങളായി മാറ്റും. എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തിൽ ചെലവഴിക്കുന്ന ഈ പണങ്ങളൊക്കെ കർത്താവ് രാജാവായി വാഴുമ്പോൾ യുദ്ധം നടത്തുവാൻ വേണ്ടി പണം ചെലവഴിക്കുന്ന മുഴുവൻ കൃഷികാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിപ്പാൻ കർത്താവ് ഇടയാക്കി തീർക്കും. അവൻ ന്യായമായി വിധിച്ചുകൊണ്ട് ബഹുജാതികൾക്ക് ലോകത്തിന്റെ അറ്റം വരെ ന്യായപാലനം നടത്തിക്കൊണ്ട് അവൻ നീതിയോടെ ലോകത്തെ ഭരിക്കുമ്പോൾ ഒരു ജാതിയുടെ നേരെ യുദ്ധം നടത്തുവാനോ അഭ്യസിപ്പിക്കുവാനോ അവൻ അനുവദിക്കില്ല. ആ പണം മുഴുവൻ കൃഷിക്കും മനുഷ്യന്റെ ഉപയോഗത്തിനും വേണ്ടി ഉപയോഗിക്കുമെന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. മനുഷ്യവർഗത്തിലും ജന്തുവർഗത്തിലും സസ്യവർഗത്തിലും ലോകത്തിന്റെ സകല മണ്ഡലങ്ങളിൽ കർത്താവ് വസിക്കുമ്പോൾ, ഭരിക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. അത് തന്നെ ഒരു നീണ്ട പഠനമാണ്. എന്നാൽ അതിന്റെ ബ്യൂട്ടി മനസ്സിലാക്കാൻ വേണ്ടി 1-2 കാര്യങ്ങൾ ഞാൻ നോക്കാം. ആനിമൽ വേൾഡ്, അതായത് മൃഗജാലങ്ങളുടെ മധ്യത്തിൽ നടക്കുന്ന വ്യത്യാസം. ആ വാക്യങ്ങള് നമുക്കൊന്ന് വായിച്ചു നോക്കാം. യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 6-9 വരെയുള്ള വാക്യം നോക്കി. യെശയ്യാവ് 11:6-9 വരെ. ഇതൊക്കെ വായിച്ചാല് കർത്താവിന്റെ വന്നാ മതി എന്ന് കൊതിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകും. യെശയ്യാവ് 11:6-9 വരെ ആനിമൽ വേൾഡിൽ, അതായത് ജന്തു വർഗങ്ങളുടെ ലോകത്തിൽ സംഭവിക്കുന്ന വ്യത്യാസം അവിടെ വായിക്കുന്നു. ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ടൂട്ടിയോടുകൂടെ കിടക്കും, പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. ഒരു ചെറിയ കുട്ടി അവയെ നടത്തും, പശു കരടിയോടുകൂടെ മേയും, അവളുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും. സിംഹം കാളയെന്ന പോലെ വൈക്കോൽ തിന്നും, മുലകുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ പോതിങ്കൽ കളിക്കും, മുലകുടി പൈതൽ മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടും. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ ഭൂമിയോട് പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കാൽ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. മൃഗജാലങ്ങളെ ശ്രദ്ധിച്ചു നോക്കുക. സിംഹമൊക്കെ കാളപുല്ല് തിന്നുന്ന പോലെ പുല്ല് തിന്നും, കരടിയും കുഞ്ഞാടുമൊക്കെ ഒന്നിച്ചു കിടക്കും. ആ മൃഗജാലങ്ങളുടെ മധ്യത്തിൽ എന്തു വലിയ വ്യത്യാസം! കടിച്ചു കീറുന്ന സ്വഭാവങ്ങളൊക്കെ മാറുകയാണ്. കാരണം പൈശാചികൻ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. മൃഗജാലങ്ങളിൽ പോലും വ്യത്യാസം. എന്റെ പ്രിയപ്പെട്ടവരെ, വളരെ ദീർഘമായ പഠനമുണ്ട്. യെശയ്യാവാണ് ഏറ്റവും കൂടുതൽ ഈ പ്രവചനം 7-ാം അധ്യായം നോക്കിയേ. 7-ാം അധ്യായത്തില് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്, എല്ലാവരും സസ്യബുക്കുകളാകുകയാണ്. മൃഗവും മനുഷ്യനും എല്ലാം സസ്യബുക്കുകൾ. 7-ാം അധ്യായത്തിന്റെ 21-22 വാക്യം. അന്നാളിൽ ഒരുത്തൻ ഒരു പശുക്കിടാവിനെയും 2 ആട്ടുകൊറ്റനെയും വളർത്തും. അവയെ കറന്നു കിട്ടുന്ന പാലിന്റെ പെരുപ്പം കൊണ്ട് അവൻ തൈര് തന്നെ കൊറ്റ കഴിക്കും. ദേശത്ത് ശേഷിച്ചിരിക്കുന്ന ഏവരുടെ ആഹാരം തൈരും തേനുമായിരിക്കും. ഇന്നൊന്ന് കഴിച്ചു നോക്കണം, ഇല്ലേ? തൈരും തേനും തന്നെ കഴിച്ച് ഒരു പശുവിനെയും 2 ആടിനെയും വളർത്തിയാൽ ആ കുടുംബത്തിന് മുഴുവൻ കഴിച്ചിട്ടും പാലുമൊക്കെ സമൃദ്ധിയാണ്. തൈരും തേനും കഴിച്ച് ദേശത്തിൽ മനുഷ്യൻ വസിക്കുന്ന ഒരു കാലയളവ്. ജെരമ്യാവ് 3:18 വായിക്കുന്നു, കുന്നുകൾ പാലുകൾ ഒഴുക്കും, ആശ്ചര്യമായി പർവ്വതങ്ങൾ പാലുകൾ ഒഴുക്കും. ഇവിടെ പറഞ്ഞ പോലെ ഈ മൃഗജാലങ്ങളും കടിച്ചു കീറാതെ എന്തൊരു ആനന്ദകരമായ ഒരു അവസരമായിരിക്കും. ഇനി വെജിറ്റബിൾ വേൾഡ്, അതായത് സസ്യജാലങ്ങളുടെ ലോകത്തെ ഒന്ന് പരിശോധിച്ച് നോക്കാം. യെശയ്യാവ് 35, 1-2 വാക്യങ്ങളെങ്കിലും വായിക്കാം. യെശയ്യാവ് 35-ന്റെ 1-2 വാക്യം.
നമ്മുടെ കർത്താവിന്റെ രാജ്യത്തെക്കുറിച്ചുള്ള വർണ്ണന. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. അത് മനോഹരമായി പൂത്തുല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും. ലെബനാനിന്റെ മഹത്വം കർമ്മേലിന്റെ ശാരോന്റെ ശോഭയും അതിന് കൊടുക്കപ്പെടും. അവർ യഹോവയുടെ മഹത്വം നമ്മുടെ ദൈവത്തിന്റെ തേജസ്സും കാണും. ഈ പറയുന്നത് എവിടെക്കുറിച്ച്? ലെബനോന്റെ മഹത്വം കൊടുക്കുന്നത് മരുഭൂമിക്കാണ്. മരുഭൂമി പൂത്തുല്ലസിച്ച് ലെബനോന്റെ മഹത്വമുള്ളതാണെങ്കിൽ മറ്റു പ്രദേശങ്ങൾ എങ്ങനെയായി മാറും? യെശയ്യാവ് 51:3 സിയോനിലെ മരുഭൂമിയെ കുറിച്ച് വായിക്കുന്നു. ഇന്നും സൈനായ് ഡെസേർട്ടിനെ കുറിച്ച് വായിക്കുന്നു. സൈനായ് ഡെസേർട്ട് എന്തായി മാറും? യെശയ്യാവ് 51:3 യഹോവ സിയോനെ ആശ്വസിപ്പിക്കുന്നു, അവർ അതിന്റെ സകല ശൂന്യസ്ഥലങ്ങളെയും ആശ്വസിപ്പിച്ചു. അതിന്റെ മരുഭൂമിയെ ഏദനെ പോലെയും അതിന്റെ നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടം പോലെയും ആക്കുന്നു. ആനന്ദവും സന്തോഷവും സ്തോത്രവും സംഗീതഘോഷവും അതിൽ ഉണ്ടാകും. മനുഷ്യൻ സ്തോത്രം പറഞ്ഞുകൊണ്ടും സന്തോഷിക്കുകയും പാട്ടുപാടുകയും ചെയ്യുന്ന ദിവസം. അന്ന് യെരുശലേമിലെ അല്ലെങ്കിൽ സിയോനിലെ മരുഭൂമികളൊക്കെ ഏദൻ തോട്ടം പോലെയായി മാറുന്ന സമയം. മറ്റൊരു ഭാഗം വായിച്ചാൽ പർവ്വതങ്ങൾ പുതുവീഞ്ഞു പൊഴിക്കും. എന്നാൽ ഇത്ര സമൃദ്ധമായ ഒരു ആനന്ദപ്രദമായ മൃഗജാലങ്ങൾ ഒന്നും ഉപദ്രവിക്കാതിരിക്കുന്ന കാലഘട്ടത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് വിസിറ്റേഴ്സ് ഒക്കെ വീട്ടിൽ വന്നാൽ അവരെ വിളിച്ചോണ്ട് പോകുന്ന സ്ഥലം 878 പേജില് മീഹ 4:4 ഒരു ഭാഗത്തല്ല ഒന്നിലധികം പ്രാവശ്യം വചനത്തിൽ പറയുന്നു. ഓരോരുത്തർ താന്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിന്റെ കീഴിലും പാർക്കും. സക്കറിയ 3:10 അതോട് ചേർത്ത് നോക്കാം. ഓരോരുത്തൻ താന്റെ മുന്തിരിവള്ളിയുടെ കീഴിൽ. ഒരു ദോഷം അവന് സംഭവിക്കുന്നില്ല, അവനെ ആരും ഉപദ്രവിക്കുന്നില്ല. സകല ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞ് ആർക്കും ദോഷം ചെയ്യാതിരിക്കുന്ന ഒരു കാലം. ജന്തുക്കളെയോ സർപ്പങ്ങളെയോ ഒന്നും ഭയപ്പെടുവാൻ ആവശ്യമില്ലാത്തൊരു കാലം. അന്ന് അവിടെ കൂട്ടുകാരനെ അങ്ങോട്ട് ക്ഷണിക്കുമെന്ന് വചനത്തിൽ പറയുന്നു. എന്തൊരു കാലഘട്ടമായിരിക്കും! മണ്ഡലമാറ്റം ഞാൻ എടുക്കുന്നില്ല. പ്രപഞ്ചത്തിന് വരുന്ന വ്യത്യാസം. ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെയാകും. യെശയ്യാവ് 30:26 ഒരു വാക്യമെങ്കിലും വായിക്കാം. ഒന്നിലധികം വാക്യങ്ങൾ ഈ ഓരോ കാര്യങ്ങളുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാൻ, ഈ ഭൂമിയിൽ വരുന്ന മാറ്റം ആശ്ചര്യമായ അവന്റെ രാജ്യത്തിന്റെ കാലഘട്ടത്തെക്കുറിച്ച് 30:26 യെശയ്യാവ് 30:26 ഇങ്ങനെ വായിക്കുന്നു. യഹോവ തന്റെ ജനത്തിന്റെ മുറിവ് കെട്ടുകയും അവരുടെ അടിപ്പിണറിൽ പൊറുപ്പിക്കുകയും ചെയ്യുന്ന നാളിൽ ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെയും സൂര്യന്റെ പ്രകാശം 7 പകലിന്റെ പ്രകാശം പോലെയും 7 ഇരട്ടിയായിരിക്കും. സ്തോത്രം. ചന്ദ്രന്റെ പ്രകാശം സൂര്യനെ പോലെയാണെങ്കിൽ പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ആവശ്യമില്ല. പകലിന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം 7 ഇരട്ടിയായിരിക്കും. എന്നാൽ ഈ 7 ഇരട്ടി ചൂട് കൂടിയാലും മനുഷ്യന് വെയിലോ ഉഷ്ണമോ അനുഭവിക്കില്ല. അവിടെ മുള്ളും പറക്കാരയും മാറി, ശാപം മാറി, ഭൂമി അനുഗ്രഹിക്കപ്പെട്ട ഒരു മണ്ഡലത്തിലേക്ക് വരും. മനുഷ്യന്റെ ആയുസ്സിനെ കുറിച്ച് വായിച്ചാൽ ഈ 1000 ആണ്ട് വാഴ്ചയിൽ മനുഷ്യൻ മരിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ നീതിമാന്മാരാരും മരിക്കില്ല. അവിടെ മരിക്കുന്നത് പാപികളെ മരിക്കുകയുള്ളൂ. 100 വയസ്സുള്ളവനായ ഒരുത്തൻ മരിച്ചാൽ ബാലൻ മരിക്കുകയാണെന്ന് പറയും. യശയ്യാപ്രവചനം തന്നെ 20:65 കുറെ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ് തികയാത്ത വൃദ്ധനും അവിടെ ഇനി ഉണ്ടാകുകയില്ല. ബാലൻ 100 വയസ്സുള്ളവനായി മരിക്കും. പാപിയോ 100 വയസ്സുള്ളവനായിരുന്നാലും ശാപിക്കപ്പെട്ടവനെ വരികയുള്ളൂ. 100 വയസ്സുള്ളവനായി മരിച്ചാൽ ഒരു ശിശു മരിച്ച പോലെ ഇരിക്കുകയാണ്. പാപികളെ മരിക്കുകയുള്ളൂ 1000 ആണ്ട് വാഴ്ചയിൽ. അതെന്താണെന്നുള്ളത് പിന്നീട് ഞാൻ ചൂണ്ടിക്കാണിക്കാം. പുനരുത്ഥാനത്തുള്ള ബന്ധത്തിൽ നമുക്ക് ആ വിഷയം പഠിക്കാൻ മനുഷ്യന്റെ ആയുസ് ആർക്കും വചനം ഞാൻ എടുത്ത് വായിക്കുന്നില്ല. 35:5-6 വായിച്ചാൽ അന്ധനോ അതുപോലെ കുരുടനോ ചെകിടനോ ഒന്നും ആ കാലത്ത് ഉണ്ടായിരിക്കത്തില്ലേ. മാത്രമല്ല സർവ്വഭൂമിയും വിശുദ്ധിയുള്ളതായിരിക്കും. സക്കറിയാവ് 13:1-2 ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കും. കർത്താവായ യേശുക്രിസ്തുവിടെ ഭരിക്കുകയും ഈ മണ്ഡലമാറ്റങ്ങളും സസ്യ മൃഗാദികളിലൊക്കെ വരുന്ന മാറ്റങ്ങളും മാത്രമല്ല, അതിന്റെ ഏറ്റവും പ്രധാന കാരണം സാത്താനെ ബന്ധിക്കുന്നു എന്നുള്ളതാണ്. സാത്താൻ ഇന്ന് ആകാശമണ്ഡലത്തിൽ വിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകളാണ്. നമ്മൾ വായിച്ചു വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചു. മീഖായേലും അവന്റെ ദൂതന്മാരും പീഡനകാലത്തിന്റെ മധ്യഭാഗത്ത് വെച്ച് സാത്താനോട് യുദ്ധം ചെയ്യുകയാണ്. യുദ്ധം ചെയ്ത് അവരുടെ സ്ഥലം പിന്നെ സ്വർഗത്തിൽ കണ്ടില്ല. അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. അവൻ അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ദൈവം തന്നെ പറഞ്ഞു, ഭൂമിയിൽ വസിക്കുന്നവർക്ക് അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് മഹാക്രോധത്തോടു നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരികയാണ്. അപ്പൊ ഭൂമിയിലെ സാത്താൻ ഇറങ്ങി വരുന്നു. അവ പീഡനകാലത്തിന്റെ മധ്യഭാഗത്തിൽ ഇറങ്ങി വരുന്നു. വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൽ. എന്നാൽ കർത്താവ് ഭരണം ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 1-2 വാക്യം നോക്കുക. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും വലിയ ചങ്ങലയും പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിറങ്ങുന്ന ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്യും. അതിന്റെ ശേഷം അവനെ അല്പകാലത്തേക്ക് അടിച്ചുവിടണം. 1000 വർഷത്തേക്ക് അടച്ചുപൂട്ടും. അവനെ 1000 വർഷം കർത്താവ് ഭരിക്കുമ്പോൾ സാത്താനെ അടച്ചുപൂട്ടും.
അവിടെ വായിക്കുന്നുണ്ട്, അഗാധകൂപത്തിൽ, അഗാധകൂപത്തിൽ, ബോട്ടംലെസ് പിറ്റിൽ അവനെ അടച്ചുപൂട്ടും. 1000 വർഷം കഴിയുമ്പോൾ അവനെ അല്പസമയത്തേക്ക് ഒന്ന് അഴിച്ചുവിടും. 1000 ആണ്ട് വാഴ്ചയുടെ അവസാനം അവനെ അഴിച്ചുവിടുമ്പോൾ വീണ്ടും അവൻ ഭൂമിയിൽ വന്ന് വലിയ നാശങ്ങൾ ഉണ്ടാക്കും. അതിന്റെ ശേഷമാണ് അവനെ പിടിച്ച് 1000 ആണ്ട് കഴിയുമ്പോൾ കർത്താവ് അവന് വേണ്ടി ഒരുക്കിയ നരകത്തിലേക്ക് തള്ളിക്കളയുന്നത്. 1000 വർഷം അവനെ പൂട്ടുന്നത് അഗാധകൂപത്തില്. നരകത്തിന് പല തട്ടുകളുണ്ട്. അഗാധകൂപമുണ്ട്, അതായത് അബീസ്. ഗഹന്ന എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അത് പാപം ചെയ്ത ദൂതന്മാരെ സൂക്ഷിക്കുന്നത്. പിന്നെ ജഹത്മാവായ തീപ്പൊയ്ക, അത് ഈ ഭാഗമാണ്, അവസാനത്തെ തീപ്പൊയ്കയാണ്. പാതാളത്തിന് പല തട്ടുകളുണ്ട്. ഈ സാത്താനെ പിടിച്ച് ബന്ധിക്കുന്നത് അഗാധകൂപത്തിലാണ്. നമുക്ക് ആ ഭാഗത്തെ കുറിച്ച് പഴയ നിമിത്തം ഒന്ന് ശ്രദ്ധിക്കാം. യെശയ്യാവ് 24 എടുത്ത് യെശയ്യാ പ്രവാചകനും അത് പറയുന്നുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന അതേ ഓർഡറിൽ അവനെ അടച്ചുപൂട്ടുകയും അല്പകാലം കഴിഞ്ഞ് അവനെ തുറന്നുവിടുകയും ചെയ്യുന്ന കാര്യം പ്രവാചകനായ യെശയ്യാ പ്രവചനം 24 പറയുന്നു. ഐശയ്യാ ചാപ്റ്റർ 24 24:21 തൊട്ടുള്ള വാക്യം. അന്നാളിൽ യഹോവ ഉയരത്തിൽ ഉന്നതന്മാരുടെ സൈന്യങ്ങളെയും ഭൂമിയിൽ ഭൂപാലന്മാരെയും സന്ദർശിക്കും. അവിടെ കണ്ടോ, ഉയരത്തിൽ ഉന്നതന്മാരുടെ സൈന്യം, അതായത് സ്വർലോക മണ്ഡലങ്ങളിലെ ദുഷ്ടാത്മസേനകൾ. 22 വാക്യം, കുണ്ടറയിൽ വിലങ്ങുകാരെ പോലെ അവരെ ഒന്നിച്ചുകൂട്ടി കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ഏറിയ നാൾ കഴിഞ്ഞിട്ട് അവരെ സന്ദർശിക്കുകയും ചെയ്യും. സൈന്യങ്ങളെ യഹോവ സിയോൻ പർവ്വതത്തിലും യെരുശലേമിലും വാഴുകയാലും അവന്റെ മൂപ്പന്മാരുടെ മുമ്പിൽ തേജസ് ഉണ്ടാകിയാലും ചന്ദ്രൻ നാണിക്കുകയും സൂര്യൻ ലജ്ജിക്കുകയും ചെയ്യും. വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നു, കർത്താവ് കുണ്ടറയിലെ വിലങ്ങുകാരെ പോലെ അവരെ ഒന്നിച്ചുകൂട്ടി കാരാഗ്രഹത്തിൽ അടച്ചിട്ട് ഏറിയ നാൾ കഴിഞ്ഞിട്ട്, വെളിപ്പാട് പുസ്തകത്തിൽ വെളിപ്പെടുത്തിയ പോലെ ഏറിയ നാൾ കഴിഞ്ഞിട്ട് അവരെ സന്ദർശിക്കും, അഴിച്ചുവിടും. അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഡഞ്ചിയോ, കുണ്ടറയിൽ വിലങ്ങുകാരെ പോലെ അടച്ചുപൂട്ടും. അത് കർത്താവ് 1000 ആണ്ട് വാഴ്ചയിൽ ഭരിക്കുന്നത്. ഇവിടെ പറയുന്നതും 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഇവിടെ എടുത്തു പറഞ്ഞു, ഉയരത്തിൽ ഉന്നതന്മാരുടെ സൈന്യം, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകൾ, ആകാശമണ്ഡലത്തിൽ വിഹരിക്കുന്ന സാത്താനെ ബന്ധിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. എന്നാൽ ഇവിടെ എടുത്തു പറഞ്ഞു, അഗാധകൂപത്തിലാണ് അവനെ അടച്ചുപൂട്ടുന്നത്. അഗാധകൂപം അത് നരകമല്ല, നരകത്തിലല്ല അവനെ അടച്ചുപൂട്ടുന്നത്, അഗാധകൂപത്തില. അതിന്റെ മൂലഭാഷയിൽ അബീസ് എന്നാണ്. ഈ വെളിപ്പാട് പുസ്തകത്തിൽ ഏതാണ്ട് 7 പ്രാവശ്യം ഈ അബീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 7 പ്രാവശ്യം. വാക്യം നോട്ട് ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ പറയാം. 9-ാം അധ്യായത്തിന്റെ 1, 2, 11 ഈ 3 വാക്യങ്ങളിൽ വെട്ടുക്കിളികളെ അഗാധകൂപത്തിൽ നിന്ന് തുറന്നുവിടുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നീട് നമ്മൾ 11-ന്റെ 7-ാം വാക്യത്തിൽ വായിക്കുന്നു, വീണ്ടും 17-ന്റെ 8-ൽ വായിക്കുന്നു, പിന്നീട് 20-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലും 3-ാം വാക്യത്തിലും വായിക്കുന്നു. അങ്ങനെ 7 പ്രാവശ്യം ഈ പ്രതലത്തെ കുറിച്ച് തന്നെ വെളിപാട് പുസ്തകത്തിൽ പറയുന്നു. അത്ഭുതമല്ലേ എന്ന് ഞാൻ ഓർത്തുപോയി. 7-ന്റെ ഗുണനങ്ങളാണ് തിരുവചനത്തിൽ, പ്രത്യേകിച്ച് വെളിപാട് പുസ്തകത്തിൽ. 7 സഭകള്, 7 ദൂതന്മാര്, 7 കാഹളം, 7 ക്രോധകലശം, 7 മുദ്രകള്, ഇങ്ങനെ 7-ന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ അഗാധകൂപത്തെ കുറിച്ചും 7 പ്രാവശ്യം പറഞ്ഞിട്ടുള്ള വെളിപാട് പുസ്തകത്തിൽ ശ്രദ്ധേയമായ കാര്യമാണ്. അവിടെ മാത്രമല്ല, ബൈബിളിൽ പരിശോധിച്ചാൽ പുതിയാണ്ട് 9 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. റോമലേഖനം 10-ന്റെ 7-ലും, അതുപോലെ ലൂക്കോസ് 8-ന്റെ 31-ലും, മത്തായി 8-ന്റെ 29-ലും. സാത്താൻ വന്ന കർത്താവിനോട് ഗദരാദേശത്തിലെ ഭൂതഗ്രസ്തനെ സുഖപ്പെടുത്തിയപ്പോൾ ചോദിക്കുന്നുണ്ട്, സമയങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നുവോ എന്ന് ചോദിക്കുന്നുണ്ട്. സാത്താന് അറിയാം അവന്റെ സമയം ആയിട്ടില്ല. കർത്താവ് മടങ്ങി വരുമ്പോൾ അവനെ ബന്ധിക്കാൻ പോവുകയാണ്. 1000 വർഷത്തേക്ക് അവനെ ബന്ധിക്കുകയാണ്. ആ വർഷം ബന്ധിച്ച ശേഷമാണ് അവനെ പിന്നീട് തള്ളിയിടുന്നത് ഗഹന്ന അല്ലെങ്കിൽ തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുന്നത്. ആ തീപ്പൊയ്ക വചനത്തിൽ മത്തായി 25:41 കർത്താവ് പറഞ്ഞു, പിന്നെ അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയ സ്ഥലമാണ്. ആ സ്ഥലമാണ് ദൈവത്തെ, കർത്താവിനെ സ്വീകരിക്കാത്ത ദുഷ്ടന്മാര് കടന്നു പോകുന്ന സ്ഥലം. എന്നാൽ ഇവിടെ വായിക്കുന്നു വെളിപാട് സ്വരൂപത്തില് വലിയൊരു ചങ്ങലയുമായി ഇറങ്ങി വന്നു. വലിയ ചങ്ങല, ഇവനെ വലിയ ചങ്ങല തന്നെ വേണം. ഇന്ന് പാപം ചെയ്ത ദൂതന്മാരെ അന്ധതമസിന്റെ ചങ്ങലയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അത് 2 പത്രോസ് 2:4-ലും യൂദയിൽ 6-ലും വായിക്കുന്നുണ്ട്. അവരെ സൂക്ഷിച്ചിരിക്കുന്നത് ടാർട്ടറോസ് എന്ന് പറയുന്ന സ്ഥലമാണ്. പാതാളത്തിന്റെ മറ്റൊരു ലോകത്തിലാണ്. അവിടെ ടാർട്ടറോസ്, അവിടെ വായിക്കുന്നുണ്ട്, അന്ധതമസിൽ ഇട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ പാപം ചെയ്ത ദൂതന്മാരാണെന്ന് കരുതുന്നു. ആ ഭാഗത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. എന്നാൽ അഗാധത്തിന്റെ താക്കോലുമായിട്ടാണ് ദൂതൻ ഇറങ്ങി വരുന്നത്. അപ്പോൾ ഈ അഗാധകൂപത്തിന്, ഈ അബീസിന് താക്കോലുണ്ട്. 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, വെട്ടുകിളികളെ തുറന്നു വിടുകയും അടയ്ക്കുകയും ചെയ്യുന്നു. 1000 വർഷത്തേക്ക് അവനെ അകത്തിട്ടിട്ട് പൂട്ടിയിട്ട് മുദ്രയിടുന്നു. 1000 വർഷം കഴിയുമ്പോൾ വീണ്ടും അത് തുറന്നു വിടുന്നു. 1000 വർഷം അവൻ യാതൊരു കാരണവശാലും ലോകജാതികളെ വഞ്ചിക്കാൻ വരില്ല. കാരണം ദൈവം അടച്ചിട്ട് ഇവിടെ 3-ാം വാക്യത്തിൽ വായിക്കുന്നു, മീതെ ദൈവം മുദ്രയിടുകയാണ്. ദൈവത്തിന്റെ അധികാരം അവിടെ കാണുന്നു, അവിടെ അടച്ചുപൂട്ടുന്നു. എന്തിനാണ് ഇവരെ 1000 വർഷത്തേക്ക് ബന്ധിക്കുന്നത്? ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ. സോ ദാറ്റ് ഹി കുഡ് നോട്ട് ഡിസീവ് ദ നേഷൻസ് എനിമോർ till the 1000 years were fulfilled. 1000 വർഷം നിവർത്തിക്കപ്പെടുന്നത് വരെ ലോകരാഷ്ട്രങ്ങളെ വഞ്ചിക്കരുത്. ഇന്ന് വഞ്ചിക്കുകയാണോ? അതെ. ഈ വാക്യം തന്നെ അതിന്റെ തെളിവാണ്. ലോകരാഷ്ട്രങ്ങളെ വഞ്ചിക്കുന്നു. ഇസങ്ങളും മതങ്ങളും മറ്റു പല ചിന്തകളും ഒക്കെ മനുഷ്യന്റെ തലയിൽ കയറി
വാസ്തവത്തിൽ അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ശക്തി സാത്താനാണ്. സാത്താൻ വഞ്ചിക്കുകയാണ്, ലോകത്തെ വഞ്ചിക്കുകയാണ്. എന്നാൽ കർത്താവ് ഭരിക്കുമ്പോൾ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അടച്ചുപൂട്ടും. അപ്പൊ ചോദിച്ചൊക്കെ എന്നാ പിന്നെ ഇന്ന് അങ്ങ് അടച്ചുപൂട്ടിയാൽ നമ്മളെ വഞ്ചിക്കുകയല്ലോ. അത് വേറെ ഒരു പഠനമാണ്. കർത്താവ് അവനെ എന്തിനഴിച്ചുവിട്ടിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു പഠനമാണ്. നമ്മുടെ ട്രെയിനിങ്ങിന് വേണ്ടി കൂടെയാണ് അവനെ അഴിച്ചുവിട്ടിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് വളരെ കോൺട്രവേഴ്സി, വിവാദപരമായി തീർന്ന ഒരു വിഷയമാണ്. പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിലാണ്. നമുക്കിനിയും അവിടെ നോക്കാം. 4-ാം വാക്യം തുടങ്ങി. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തലഛേദിക്കപ്പെട്ടവരുടെയും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരെയും നെറ്റിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരെ ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ ജീവിച്ചു 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. ആരാണത്? പീഡന കാലഘട്ടത്തിൽ അന്തിക്രിസ്തുവിനെ വണങ്ങാതെ, അന്തിക്രിസ്തുവിനെ മുദ്രയേൽക്കാതെ അറുക്കപ്പെട്ട ആളുകളാണ്. അവർ ജീവിച്ചു. കർത്താവ് മടങ്ങി വരുമ്പോൾ ജീവിച്ചു 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാഴുകയാണ്. പിന്നെ നാം വായിക്കുന്നു, മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയോളം ജീവിച്ചില്ല. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയോളം ജീവിച്ചില്ലേ. അടുത്ത ഭാഗം, ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെ പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. വളരെ വ്യക്തമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരാണ് ഭാഗ്യവാനും വിശുദ്ധനും എന്ന് വായിക്കുന്നു. 5-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയോളം ജീവിച്ചില്ല. മാത്രമല്ല 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ വിശുദ്ധനും നീതിമാനുമാണ്. അപ്പോൾ 1-ാം പുനരുത്ഥാനം തീർച്ചയാണ് ഈ ഭാഗത്ത് നിന്ന് 1000 ആണ്ട് വാഴ്ച തുടങ്ങുന്നതിന് മുമ്പ് നടക്കണം. നമ്മൾ വായിച്ചു ഇവിടെ, ആ വായിച്ച ഭാഗം ഒന്നുകൂടെ നോക്കിയേ. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയോളം ജീവിച്ചില്ല. ഇത് 1-ാമത്തെ പുനരുത്ഥാനം. എന്നിട്ട് പറഞ്ഞു, 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവര് ഭാഗ്യവാനും വിശുദ്ധനുമാണ്. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. 1000 വർഷം കഴിഞ്ഞ് പുനരുത്ഥാനം പ്രാപിക്കുന്നവരാരാണ്? അവര് ദുഷ്ടന്മാരാണ്, അവർ രക്ഷിക്കപ്പെടാത്തവരാണ്. അവരുടെ മേൽ മരണത്തിന് അധികാരമുണ്ട്. എന്നാൽ അതിനു മുമ്പ് 1-ാം പുനരുത്ഥാനം നടന്നിരിക്കണം. അപ്പോൾ 1-ാം പുനരുത്ഥാനവും 2-ാം പുനരുത്ഥാനം. 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ വിശുദ്ധനും നീതിമാനുമാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്ക് നമുക്കറിയാം. യോഹന്നാൻ 5:29, നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കാനുള്ള നാഴിക വരുന്നു. അപ്പൊ നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം. ഇവിടെ ഈ 2-ാം പുനരുത്ഥാനം ന്യായവിധിക്കായിട്ടാണ്. വെള്ളസിംഹാസനത്തിന് മുന്നേ ന്യായവിധിക്കായിട്ടാണ് അവര് പുനരുത്ഥാനം പ്രാപിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ്. കർത്താവ് പറഞ്ഞു, ലൂക്കോസ് 14:13-14 വാക്യം, നിങ്ങളൊരു അത്താഴമോ മുത്താഴമോ കഴിക്കുമ്പോൾ സ്നേഹിതർ, സമ്പന്നർ, സമ്പത്തുള്ള അയൽക്കാരെ വിളിക്കാതെ അംഗഹീനർ, മുടന്തർ, കുരുടർ അവരെ വിളിച്ചിട്ട് നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുത്താൽ, കർത്താവ് പറഞ്ഞു, നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രത്യുപകാരം ഉണ്ടാകും. അപ്പോൾ നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിലാണ് പ്രത്യുപകാരം അല്ലെങ്കിൽ പ്രതിഫലങ്ങൾ ലഭിക്കുന്നത്. അത് 1-ാം പുനരുത്ഥാനത്തിലാണ്. ഫിലിപ്പ് ലേഖനം 3:11 പൗലോസ് ഇങ്ങനെ പറഞ്ഞു, വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഒരു പുനരുത്ഥാനം പ്രാപിക്കണം. പൗലോസ് പറയുകയാണ്. വീണ്ടും എബ്രായർ 11:35 നല്ലൊരു ഉദ്ധാരണം, നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് കൈക്കൊണ്ടു. ഈ പുനരുത്ഥാനം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എഴുന്നേൽക്കുക എന്നാണ്. വീണിടത്ത് നിന്ന് എഴുന്നേൽക്കുക. പുനരുത്ഥാനം എന്ന വാക്കിന്റെ അർത്ഥം അതാണ്, വീണിടത്ത് നിന്ന് എഴുന്നേൽക്കുക. 1-ാം പുനരുത്ഥാനത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്നവരാണ് ഭാഗ്യവാനും വിശുദ്ധനും. അത് വളരെ വ്യക്തമായിട്ട് ഈ ഭാഗത്ത് പഠിപ്പിക്കുന്നു. 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പ് നടന്നിരിക്കുന്നു. ന്യായവിധിക്കായിട്ടുള്ള പുനരുത്ഥാനം 2-ാം പുനരുത്ഥാനമാണ്, ദുഷ്ടന്മാരുടെ പുനരുത്ഥാനമാണ്. അവർ നീതിമാന്മാരുമല്ല, അവര് വിശുദ്ധന്മാരുമല്ല. അവള് ഒരു കാര്യം നമുക്ക് ഇവിടെ സംശയം വരുന്നു. ഈ 1-ാം പുനരുത്ഥാനം ഒന്നിച്ചാണോ നടക്കുന്നത്? അല്ല. അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് ഇത് നടക്കുന്നത്? എങ്ങനെയാണ് നടക്കുന്നത്? 1 കൊരിന്ത്യർ 15-ാം അധ്യായം. ഈ 1-ാം പുനരുത്ഥാനം എപ്പോഴാണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് ഏറ്റവും അധികം വെളിച്ചം തരുന്നത് 1 കൊരിന്ത്യർ 15-ാം അധ്യായമാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 20 തൊട്ടുള്ള വാക്യം നോക്കിയേ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനം മനുഷ്യൻ മൂലം ഉണ്ടായി. ആദമിൽ എല്ലാവരും മരിക്കുന്ന പോലെ അവരും ജീവിക്കപ്പെടും. ഓരോരുത്തൻ താന്റെ നിരയിലെത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവുള്ളവർ അവന്റെ വരവെങ്കിൽ, പിന്നെ അവസാനം. ഇവിടെ വളരെ വ്യക്തമായിട്ട് വായിക്കുന്നു. ആ വാക്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 23-ാം വാക്യം, പുനരുത്ഥാനം പ്രാപിക്കുന്നത് താന്റെ നിരയിലാണ്. ഗ്രീക്കിൽ ടോക്മ എന്ന പദമാണ്. പണ്ഡിതന്മാർ പറയുന്നു പട്ടാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. ഇറ്റ്സ് എ മിലിറ്ററി മെറ്റഫോർ. പട്ടാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. ഈ മിലിറ്ററി മെറ്റഫോർ ടോക്മ, ഓരോരുത്തരുടെ നിരയിലാണ് പുനരുത്ഥാനം പ്രാപിക്കുന്നതെന്ന് പറയുമ്പോൾ പുനരുത്ഥാനത്തിന് നിരകളുണ്ട്. പട്ടാളത്തിൽ റാങ്കുകൾ അനുസരിച്ച് ആളുകൾ നിൽക്കുന്ന പോലെ പുനരുത്ഥാനത്തിന് നിരകളുണ്ട്. 23-ാം വാക്യം, ഓരോരുത്തൻ താന്റെ നിരയിലാത്തറേ. ഫസ്റ്റ് ഫ്രൂട്ട് ഈസ് ക്രൈസ്റ്റ്. ഓരോരുത്തരുടെ നിരയിൽ പുനരുത്ഥാനം പ്രാപിക്കുമ്പോൾ ആദ്യത്തെ പുനരുത്ഥാനം, ആദ്യ ഫലമായി പുനരുത്ഥാനം പ്രാപിച്ചത് യേശുക്രിസ്തുവാണ്. ആ വാക്യം പഴയ നിയമ ആദ്യഫല ചേർത്ത് ചിന്തിക്കണം. ആദ്യഫല കറ്റയുടെ പെരുന്നാൾ എന്ന് പറയുന്ന
ഒരു പെരുന്നാൾ യഹൂദന് കൊടുത്തത് ലേവ്യ പുസ്തകം 23 അധ്യായത്തിലുണ്ട്. എന്താണ് ആദ്യഫലക്കറ്റയുടെ പെരുന്നാൾ? വയൽ വിളഞ്ഞു കിടക്കുകയാണ്, കൊയ്ത്തനായിട്ട് പാകമായി കിടക്കുകയാണ്. ഈ പാകമായി കിടക്കുന്ന വയലിൽ നിന്ന് ഒരു കറ്റ മുറിച്ചു കൊണ്ടുവന്ന് പുരോഹിതന്റെ കയ്യിൽ കൊടുക്കും. മഹാപുരോഹിതൻ അത് ദൈവസന്നിൽ ആട്ടിക്കാണിക്കും, നീരാജനം ചെയ്യും. ആ നീരാജനം ചെയ്യുമ്പോൾ പല ആശയങ്ങളുള്ളതിൽ ഒന്നിതാണ്. നോക്കുക, ഒരുപാട് കൊയ്യാൻ കിടക്കുന്ന ആദ്യത്തെ സാമ്പിളാണിത്. എന്റെ പ്രിയപ്പെട്ടവരെ, പുനരുത്ഥാനത്തിന്റെ നിരകളിൽ അനേകർ പുനരുത്ഥാനം പ്രാപിക്കണം. എന്നാൽ അതിന്റെ സാമ്പിളായിട്ട് ആദ്യം പുനരുത്ഥാനം പ്രാപിച്ചത് ആദ്യഫല കറ്റ പോലെ ആദ്യത്തെ പുനരുത്ഥാനം, ആദ്യഫലം യേശുക്രിസ്തുവാണ്. ഒന്നാം പുനരുത്ഥാനത്തിൽ ആദ്യഫലമായി പുനരുത്ഥാനം പ്രാപിച്ചത് യേശുക്രിസ്തുവാണ്. പിന്നീട് നമ്മൾ വായിക്കുന്നു, പിന്നെ ക്രിസ്തുവിനുള്ളവർ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനുള്ളവർ അതൊരു പൊതു പദമാണ്. ക്രിസ്തുവിനുള്ളവരുടെ പുനരുത്ഥാനമാണ് പിന്നെ നടക്കേണ്ടത്. എന്നാൽ വീണ്ടും വചനം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ 23 വാക്യത്തിൽ നമ്മൾ വായിച്ച പോലെ ഓരോരുത്തരുടെ നിരയിൽ പുനരുത്ഥാനം പ്രാപിക്കുന്നു. ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിൽ, പിന്നെ അവസാനം യേശുക്രിസ്തുവിന്റെ വരവിൽ അവനുള്ളവർ പുനരുത്ഥാനം പ്രാപിക്കണം. 1 തെസ്സലോനിക്കർ 4:16 കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിറങ്ങിയവരെയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ പുനരുത്ഥാനം പ്രാപിക്കുകയും ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവരോടൊത്ത് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കും. നോക്കുക, ഈ പുനരുത്ഥാനത്തിൽ ആത്ഫലമായി കർത്താവ് പുനരുത്ഥാനം പ്രാപിച്ചു. പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിൽ. ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവ് എന്ന് പറയുമ്പോൾ ആരെല്ലാം കർത്താവിനുണ്ടോ അത് കർത്താവിന്റെ രണ്ടാം വരവിനുള്ള ബന്ധത്തിൽ നടക്കേണ്ട കാര്യങ്ങളാണ്. എന്നാൽ ഈ രണ്ടാം വരവിൽ നടക്കുന്നതിൽ തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ, നമ്മൾ തെസ്സലോനിക്കർ വായിക്കുന്നു, ക്രിസ്തുവിനുള്ളവർ കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദം ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ മരിച്ചവർ മുമ്പേ പുനരുത്ഥാനം പ്രാപിക്കും. ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും, അവരോടൊത്ത് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇവിടെയാണ് ആ പഠനത്തിന് ഏറ്റവും ആവശ്യമായ കാര്യം. ക്രിസ്തുവിൽ മരിച്ചവർ പുനരുത്ഥാനം പ്രാപിക്കുമെന്ന് പറയും. പഴയ നിയമ വിശുദ്ധന്മാർ പുനരുത്ഥാനം പ്രാപിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം, പഴയ നിയമ വിശുദ്ധന്മാരും ക്രിസ്തുവിലാണ് വീണ്ടെടുക്കപ്പെട്ടതെങ്കിലും ക്രിസ്തുവിൽ എന്ന പദം പഴയ നിയമ വിശുദ്ധന്മാർക്ക് കിട്ടിയിട്ടില്ലേ. പുതിയ നിയമ വിശുദ്ധന്മാർക്ക് അല്ലാതെ മറ്റൊരു യുഗത്തിലുള്ളവർക്കും കിട്ടിയിട്ടില്ല. തെളിവുകൾ യോഹന്നാന സുവിശേഷം 14:20, ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 14 വേഴ്സസ് 20. യോഹന്നാന സുവിശേഷം 14:20 സഭയോട് കർത്താവ് പറഞ്ഞ വാക്കാണ്. 14:20 വാക്യം, പിതാവിലും നിങ്ങളിലും ഞാൻ നിങ്ങളിലുമെന്ന് നിങ്ങൾ അന്നറിയും. എപ്പോഴാണ്? കർത്താവ് അതിന് മുമ്പ് പറയുന്നു, കാര്യസ്ഥനെ അയക്കും. 16 വാക്യമൊക്കെ നോക്കിയേ, സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ അയക്കും, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല, ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരും എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയുകയാണ് ശിഷ്യന്മാരോട്, ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമെന്ന് അന്നറിയും. ഐ ഇൻ യു ആൻഡ് യു ഇൻ മീ. ഇനിയും യോഹന്നാൻ ലേഖനം എഴുതി നോക്കാം. 1 യോഹന്നാൻ 4:13 വാക്യം നോക്കുകയും, യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ എഴുതിയതിന്റെ വ്യാഖ്യാനമാണ് ഇവിടെ പറയുന്നത്. 1 യോഹന്നാൻ 4:13, നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നുവെന്ന് അവൻ തന്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ സത്യത്തിന്റെ ആത്മാവെന്ന് പറയുന്ന മറ്റൊരു കാര്യസ്ഥനെ അയക്കും, ഞാൻ നിങ്ങളെ അനാഥരായി വിടില്ല, അന്ന് നിങ്ങൾ അറിയും, ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും എന്നറിയും. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ലേഖനം എഴുതുമ്പോൾ നാം അവനിലും അവൻ നമ്മളിലും വസിക്കുന്നുവെന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ അറിയും. എപ്പോഴാണ് നാം അവനിലായി മാറിയത്? ഐ ഇൻ യു ആൻഡ് യു ഇൻ മീ. ഇത് എപ്പോഴാണ് സംഭവിച്ചത്? ആത്മസ്നാനത്താൽ. പെന്തിക്കോസ്ത് ദിവസം 1 കൊരിന്ത്യർ 12:13 വാക്യത്തിൽ യഹൂദന്മാരോ യവനന്മാരോ സ്വതന്ത്രന്മാരോ ദാസന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റു. ദൈവസഭ സ്നാനമേറ്റ അവന്റെ മാർമിക ശരീരമായി. നാം കർത്താവിലായി മാറി. ഐ ഇൻ യു ആൻഡ് യു ഇൻ മീ, ഞാൻ നിങ്ങളിലും നിങ്ങളിലും എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട പദവി പ്രിയപ്പെട്ട സൗരന്മാരും ഓർക്കണം. പുതിയ നിയമസഭയ്ക്കല്ലാതെ ഒരു യുഗത്തിലും ആർക്കും കിട്ടിയിട്ടില്ല. പഴയ നിയമ കാലഘട്ടത്തിലോ വരുന്ന സഹസ്രാബ്ദത്തിലോ പുതിയ ഭൂമിയിലോ ഒന്നും ഒരു യുഗത്തിലും കിട്ടിയിട്ടില്ല. പുതിയ നിയമസഭയ്ക്കുള്ള മാത്രം ഒരു അനുഗ്രഹമാണ് ആത്മസ്നാനം എന്ന് പറയുന്നത്. ആത്മസ്നാനമാണ് മാർമികമായ ശരീരത്തിന്റെ അംഗങ്ങളാക്കി നമ്മെ തീർത്തത്. നമ്മൾ അവന്റെ അവയവങ്ങളായി മാറി. നമ്മൾ തെസ്സലോനിക്കർ ലേഖനത്തിൽ വായിച്ചു, അവന്റെ വരവിൽ ക്രിസ്തുവിൽ മരിച്ചവർ, those who have died in Christ. പുതിയ നിയമ വിശ്വാസികൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവിൽ പുതിയ നിയമ വിശ്വാസികൾ പുനരുത്ഥാനം പ്രാപിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പഴയ നിയമ വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം എപ്പോഴാണ്? നോക്കാം. ദാനിയേലിന്റെ പുസ്തകം, പഴയ നിയമത്തിൽ അവർക്ക് പുനരുത്ഥാനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗം അതുകൂടെ ചേർത്ത് വായിക്കുക. നമ്മള് തിമോഥെയോസിന് പൗലോസ് എഴുതിയ പോലെ ദൈവവചനത്തെ ഭാഗിച്ച് പഠിക്കുക. റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. നോക്കുക, പഴയ നിയമ വിശുദ്ധന്മാർക്ക് പുനരുത്ഥാനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വേദഭാഗം നമുക്കൊന്ന് എടുക്കാം. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായമാണ്. ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായത്തില് നിന്റെ സ്വന്തം ജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കായും നിത്യ നിന്ദയ്ക്കുമായി ഉണരും.
പഴയ നിബന്ധനയുള്ള ബന്ധത്തിൽ പുനരുദ്ധാനം പറഞ്ഞിരിക്കുന്ന സമയമാണ്. അക്കാലത്ത് നിന്റെ സ്വജാതിക്ക് തുണ നിൽക്കുന്ന മീഖായേൽ പ്രഭു എഴുന്നേൽക്കും. മീഖായേൽ പ്രഭു എഴുന്നേൽക്കുന്നത് എപ്പോഴാണ്? ഇസ്രായേലിന് വേണ്ടി. മീഖായേൽ പ്രഭു ഈ പീഡന കാലഘട്ടത്തിലാണ് എഴുന്നേൽക്കുന്നത്. ഇസ്രായേലിന് വേണ്ടി തുണ നിൽക്കുന്ന മീഖായേൽ പ്രഭു എഴുന്നേൽക്കും. എന്നാൽ അന്ന് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഇംഗ്ലീഷ് ബൈബിളിലൂടെ കൊണ്ടുവന്ന് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. 1-ാം വാക്യത്തിന്റെ അവസാനം, ഈവൻ ടു ദാറ്റ് ടൈം ആൻഡ് അറ്റ് ദാറ്റ് ടൈം യുവർ പീപ്പിൾ ഷാൽ ബി ഡെലിവേർഡ്. മലയാളത്തിൽ രക്ഷ പ്രാപിക്കും. മലയാളത്തിലെ നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന യവനെ രക്ഷ പ്രാപിക്കും. സച്ച് as never was since there was a nation and even to the and at that time your people shall be delivered. Everyone who is found written in the book and many of those who sleep in the dust of the earth shall awake. ഇസ്രായേലിന് പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യം. ഒന്ന്, മലയാളത്തിൽ രേഖപ്പെടുത്തിയപ്പോൾ രക്ഷ പ്രാപിക്കും, നിലത്തിൽ നിൽക്കുന്ന പലരും എഴുന്നേൽക്കും. എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ പുനരുദ്ധാനം പ്രാപിക്കും. രക്ഷ പ്രാപിക്കും, പുനരുദ്ധാനം പ്രാപിക്കും. ഇംഗ്ലീഷിൽ വായിച്ചാൽ അന്ന് നിന്റെ ജനത്തിനൊരു ഡെലിവറൻസും ഒരു റിസറക്ഷനും. നിന്റെ ജനത്തിനൊരു ഡെലിവറൻസ്. എവിടെ നിന്നാണ് ഡെലിവറൻസ്? എവിടെ നിന്നാണ് ജനത്തിന് ഡെലിവറൻസ്? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പീഡന കാലഘട്ടം എന്ന് പറഞ്ഞാൽ യാക്കോബിന്റെ കഷ്ടകാലം. യെരമ്യാവ് രേഖപ്പെടുത്തി യാക്കോബിന്റെ കഷ്ടകാലം. വേണമെങ്കിൽ ആ വാക്യം നോക്കിയോ. എന്തിനാണ് പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ എഴുതിയത്? യെരമ്യാവ് 30-ന്റെ 7-ാം വാക്യം. ആ കാലഘട്ടത്തെക്കുറിച്ച്, ഈ പീഡന കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പദം നോക്കിയേ. യെരമ്യാവ് 30-7. അന്നാളുകൾ പോലെ വേറെയില്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്ന കഷ്ടം, അത് യാക്കോബിന്റെ കഷ്ടകാലം, എങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെടും. നോക്കുക, യാക്കോബിന്റെ കഷ്ടകാലം, ആ നാളുകളില്ലാതെ വണ്ണം വേറെ ഇല്ലാതെ അത് വലുതായ കഷ്ടമായിരിക്കും. മത്തായി 24:21 യേശുക്രിസ്തു പറഞ്ഞ പോലെ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ മഹാകഷ്ടമെന്നുണ്ടാകും എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ മുമ്പെങ്കിലും സംഭവിച്ചിട്ടില്ലാത്തൊരു വലിയ കഷ്ടം. ഈ ദാനിയേലിന്റെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം മുഴുവൻ അതാ. നോക്കിയേ, അതിന്റെ 40-ാം വാക്യം. പിന്നെ അന്ത്യകാലത്ത്, ദാനിയേൽ 11:40, അന്ത്യകാലത്ത് അവിടെ നടക്കുന്ന യുദ്ധങ്ങളുടെ വാസ്തവത്തിൽ അതിന്റെ ക്രമീകരണമാണ് ദാനിയേൽ വെളിപ്പെടുത്തുന്നത്. ദാനിയേൽ 11:40. പിന്നെ അന്ത്യകാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ ഇത് പറഞ്ഞു വന്ന് ഇസ്രായേൽ പീഡിപ്പിക്കപ്പെട്ട് അവരിൽ ഏതാണ്ട് 2/3 ഛേദിക്കപ്പെട്ട് അവർ മഹാപീഡനത്തിൽ വന്ന് അവർ കുത്തിവെങ്കലേതൊക്കെ കരയുന്ന കാലഘട്ടത്തിൽ അവർക്ക് എങ്ങനെയാണ് വിടുതല്? സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഇറങ്ങി വരികയാണ്. യെശയ്യാവ് 63 നമ്മൾ വായിക്കുന്നു, എന്റെ വിമുക്തന്മാരുടെ സംവത്സരം. കഴിഞ്ഞ ദിവസമാണെന്ന് നമ്മൾ ഓർക്കുകയുണ്ടായി. ലേവ്യ പുസ്തകം 25 അവിടെ വായിക്കുന്നുണ്ട്, നിന്റെ അടുത്ത ബന്ധു ദരിദ്രനായി അവൻ നശിക്കാൻ പോകുമ്പോൾ അവനെ വീണ്ടെടുക്കേണ്ടത് അടുത്ത ബന്ധുവാണ്. ഇസ്രായേലിന്റെ നാശം സംഭവിക്കുന്നതിന് മുമ്പ് അവന്റെ അടുത്ത ബന്ധുവായ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. അവൻ വന്ന് തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ, കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, അന്തിക്രിസ്തുവിനെ ഒടുക്കിക്കളയും. അവന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവം, അവന്റെ വായിലെ ശ്വാസത്താൽ അവൻ അന്തിക്രിസ്തുവിനെ ഒടുക്കിക്കളയും. നോക്കുക, ഇസ്രായേലിന്റെ ചുറ്റും വന്നിരിക്കുന്ന സൈന്യങ്ങളെ അവൻ നശിപ്പിച്ചു കളയും. അന്തിക്രിസ്തുവിനെ അവൻ ഒടുക്കിക്കളയും. അന്ന് പുസ്തകത്തിൽ എഴുതി കാണുന്നവനും എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ ശേഷിക്കുന്നവനും രക്ഷപ്പെടും, അല്ലെങ്കിൽ ഡെലിവറൻസ് ഉണ്ടാകും. വളരെ വ്യക്തമാണ്. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിൽ അവരുടെ വിടുതല് കർത്താവായ യേശുക്രിസ്തു വന്ന് അവന്റെ മഹത്വ പ്രത്യക്ഷതയിൽ അവൻ മടങ്ങി വന്ന് ഇസ്രായേലിന് വിടുതൽ കൊടുക്കുന്നതാണ്. ആ വിടുതൽ കൊടുക്കുമ്പോൾ അന്ന് നമ്മൾ വായിക്കുന്നു, നിലത്തിലെ പൊടിയിൽ നിദ്രപ്രാപി പലരും എഴുന്നേൽക്കും. വീണ്ടും യെശയ്യാ പ്രവചനം 26:19 വാക്യം നോക്കുക. യെശയ്യാവ് 26:19-20, നിന്റെ മൃതന്മാർ ജീവിക്കും, എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും എന്ന് പറയുമ്പോൾ ക്രോധം കടന്നു പോകുവോളം അല്പകാലം കൂടെ ഒളിച്ചിരിക്കുക. ക്രോധം കടന്നുപോയിട്ട് അവർക്ക് പുനരുദ്ധാനമുള്ളൂ എന്ന് യെശയ്യാവ് 26 പറയുന്നു. പഴയ നിയമ വിശുദ്ധന്മാരുടെ പുനരുദ്ധാനം പീഡന കാലഘട്ടം കഴിഞ്ഞ ശേഷമാണ്. അങ്ങനെയാണെങ്കിൽ പുനരുദ്ധാനത്തിന്റെ ക്രമീകരണം നോക്കുക. ആദ്യ ഫലം ക്രിസ്തു, അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. 10-ാം അധ്യായത്തിൽ വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച വൃതന്മാരുടെ പുനരുദ്ധാനം. പീഡനകാലത്തിന്റെ 7 വർഷം കഴിയുമ്പോൾ കർത്താവ് വരുമ്പോൾ യഹൂദന് വിടുതൽ കൊടുക്കുമ്പോൾ അന്ന് നിലത്തിന്റെ പൊടിയിൽ നിദ്ര പ്രാപിക്കുന്ന പലരും എഴുന്നേൽക്കും. പഴയ നിയമ വിശുദ്ധന്മാരുടെ പുനരുദ്ധാനം. അവർ പുനരുദ്ധാനം പ്രാപിക്കുമ്പോൾ മറ്റൊരു കൂട്ടർ കൂടെ പുനരുദ്ധാനം പ്രാപിക്കുന്നുണ്ട്. നോക്കിയ വെളിപാട് പുസ്തകം 20-ാം അധ്യായം. വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിൽ മറ്റൊരു കൂട്ടർ കൂടെ പുനരുദ്ധാനം പ്രാപിക്കുന്നു. ആരാണത്? ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, 4-ാം വാക്യം. അവയിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവജനവും നിമിത്തം തലഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരുടെയും നെറ്റിയിലും കൈമേലോ അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുടെയും ആത്മാക്കളെയും ഞാൻ കണ്ടു. പീഡന കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ട വിശുദ്ധന്മാർ, അന്തിക്രിസ്തുവിനെ നമസ്കരിക്കാതെ മരിച്ച വിശുദ്ധന്മാർ. വളരെ വ്യക്തമാണ്. 1-ാം പുനരുത്ഥാനത്തിന് 4 ഘട്ടമുണ്ട്. 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനാണ്. 4 ഘട്ടമുണ്ട്. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ കർത്താവിന്റെ മധ്യാകാശവരവിൽ സഭ, പീഡനകാലഘട്ടം കഴിഞ്ഞ് അവന്റെ മഹത്വ പ്രത്യക്ഷതയിൽ പഴയ നിയമ വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം, അവരോട് ചേർന്ന് പീഡനകാലത്തിൽ കൊല്ലപ്പെട്ട വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം. നമ്മളിവിടെ വായിച്ചത് 1-ാമത്തെ പുനരുത്ഥാനം. ഈ 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവന് ഭാഗ്യവാനുമാണ്, വിശുദ്ധനുമാണ്. എന്നാൽ എടുത്തെഴുതി, അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. എന്താണ് ഈ 2-ാം മരണം?
എന്താണ് രണ്ടാം മരണം? രണ്ടാം മരണത്തിന് അധികാരമില്ലെന്ന് പറഞ്ഞു. നോക്കാൻ രണ്ടാം മരണം എന്താണെന്ന് 20:14. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്യിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാം മരണം. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്യിൽ തള്ളിയിട്ടു. സാത്താനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന തീപ്പൊയ്ക, ഈ തീപ്പൊയ്കയാണ് രണ്ടാം മരണം. വീണ്ടും നോക്കിയേ, 21 അധ്യായത്തിന്റെ 8 വാക്യം, 21:8. ഭീരുക്കൾ, അവിശ്വാസികൾ, അറുക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനിറപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരതികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്ക അത്രേ. ഇത് രണ്ടാമത്തെ മരണം. ഇത് രണ്ടാം മരണം വെളിപാട് പുസ്തകം 20:14 28 രേഖപ്പെടുത്തി. ഇത് രണ്ടാം മരണം. രണ്ടാം മരണം എന്ന് പറയുന്നത് തീപ്പൊയ്കയാണ്. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചെന്ന് മാത്രമല്ല, രണ്ടാമത് തീപ്പൊയ്കയിൽ വീണ് മരിക്കുന്നത്, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് രണ്ടാം മരണം. എന്നാൽ ഇവിടെ എന്നെ കുറച്ചുകൂടെ സന്തോഷിപ്പിച്ചൊരു കാര്യം ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചോളട്ടെ. ഇവിടെ രേഖപ്പെടുത്തി, ഒന്നാം മരണത്തിന് വെളിപാട് പുസ്തകം 20:6 നമ്മൾ വായിച്ചു, അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അധികാരമില്ല. രണ്ടാം മരണത്തിന് അധികാരമില്ല. ഒന്ന് വായിക്കാം, റോമലേഖനം 6:9 വായിക്കാം. 2 വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. നമ്മൾ ഈ ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ള വിശുദ്ധന്മാരാണ്. നമ്മൾ കാലം മുന്നോട്ട് പോയാൽ നമ്മളുമൊക്കെ സെമിട്രിയോട് നടന്ന് അടുക്കുന്നവരാണ്. എന്നാണെന്നറിയില്ല, നമ്മളും അവിടെ ചെന്ന് ചേരും കർത്താവ് വരാൻ താമസിച്ചാൽ. എന്നാൽ വളരെ വ്യക്തമായി പറയുന്നു, രണ്ടാം മരണത്തിന് നമ്മുടെ മേൽ അധികാരമില്ല. റോമലേഖനം 6 അധ്യായത്തിന്റെ 9 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തുന്നേറ്റവൻ ഇനി മരിക്കയില്ല. മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല. മരണത്തിന് അവന്റെ മേൽ ഇനി അധികാരമില്ല. അവന്റെ മേൽ അധികാരമില്ല. ലൂക്കോസിന്റെ സുവിശേഷം 20 അധ്യായത്തിന്റെ 35 വാക്യം, 20:35 അവിടെ വായിക്കുന്നു. നോക്കുക, എങ്കിലും ഈ ലോകത്തിനും മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനത്തിനും യോഗ്യരായവർ വിവാഹം കഴിക്കുകയില്ല, വിവാഹത്തിന് കൊടുക്കുകയുമില്ല. അവർക്കിനി മരിപ്പാനും കഴിയില്ല. അവർക്കിനി മരിപ്പാനും കഴിയില്ല. അവരുടെ മേൽ മരണത്തിന് അധികാരമില്ല. നമ്മൾ വായിച്ചോലെ, ഒന്നാം പങ്കുള്ളവന്റെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർക്കിനി മരിപ്പാൻ കഴിയില്ല. യേശു ക്രിസ്തുവിലുള്ളവരെ, രക്ഷിക്കപ്പെട്ട ദൈവനം, നമ്മളൊക്കെ കർത്താവ് വരാൻ താമസിച്ചാൽ, കാലം കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ, ഞാൻ ഓർപ്പിച്ച പോലെ ഓരോ ദിവസം കഴിയുന്തോറും ആ സെമിട്രിയോട് അടുത്ത് നീങ്ങുന്നവരാ. മരണത്തെ പേടിക്കുവാൻ ആവശ്യമില്ലാത്തവരാ. കാരണം നമ്മൾ ജീവിച്ച് കർത്താവിനോടുകൂടെ 1000 ആണ്ട് വാഴും. സ്മൃണ സഭയോട് വാക്ക് പറഞ്ഞപ്പോൾ നോക്കിയ 2 അധ്യായത്തിന്റെ വെളിപാട് പുസ്തകം 2:11 വാക്യം, അവരോട് പറഞ്ഞ വാക്ക് നോക്കിയേ. വിശ്വസ്തരായി പാർക്കുന്ന ദൈവജനത്തോട് പറഞ്ഞു, നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങൾ ചില തടവിലെക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാവും. മരണം പറയുന്ന വിശ്വസനായിരിക്കുക, എന്നാൽ ഞാൻ ജീവരുടെ നിനക്ക് തരും. ആത്മാവ് സഭയോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. രണ്ടാം മരണത്തിന് അധികാരമില്ല. രണ്ടാം മരണത്തിന്റെ ദോഷം വരില്ല. അവർക്ക് മരിപ്പാൻ കഴിയില്ല. യേശു ക്രിസ്തുവുള്ളവർ, അവൻ നമുക്ക് വേണ്ടി മരണം അനുഭവിച്ച് മരിക്കുവാൻ കഴിയാത്ത കർത്താവ്. തിരുവചനത്തിൽ വായിക്കുന്ന ദൂതന്മാരിലും അല്പം താഴ്ച വന്നവനായി, മരണം ആസ്വദിച്ചവനായി, മരിക്കുവാൻ കഴിയുന്ന മനുഷ്യനായി അവൻ ഈ ശരീരത്തിൽ വന്ന് മരണം ആസ്വദിച്ച് മരണത്തിന്റെ ഭയത്തിൽ ജീവിച്ച് നമ്മളെ അതിൽ നിന്ന് വിടുവിച്ച്, രണ്ടാം മരണത്തിന്റെ അധികാരത്തിൽ നമ്മളെ വിടുവിച്ച് നമ്മളെ മാറ്റിയ കർത്താവ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യം. ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം വെച്ചാൽ തുടർന്ന് നമുക്ക് കാര്യങ്ങളെ ചിന്തിക്കാം. എന്നാൽ കർത്താവിന്റെ യുഗപരമായ പരിപാടിയുള്ള ബന്ധത്തിൽ നമ്മൾ കർത്താവ് മടങ്ങി വന്നാൽ എത്ര അനുഗ്രഹിക്കപ്പെട്ട ദിവസം. രക്ഷിക്കപ്പെട്ട നമ്മൾ എത്രയോ ഭാഗ്യവാന്മാർ. നമുക്ക് രണ്ടാം മരണത്തിന്റെ ദോഷമില്ല, ഭയമില്ല, വളരെ ധൈര്യത്തോടെ ജീവിപ്പാൻ കഴിയുന്ന, രക്ഷ അനുഭവിക്കുന്ന ദൈവമക്കൾ. അവനെ ഉണ്മയായി സ്നേഹിച്ചും സേവിച്ചും അവന് ഫലകരമായി ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കും.